ബിസ്മിയിൽ അള്ളാഹുവിന്റെ പേര് അള്ളാഹു 3 തവണയാ പറഞ്ഞത്. അല്ലാഹ്, റഹ്മാൻ, റഹീം. അതിൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് അവന്റെ അടിമകളോട് പെരുമാറുന്നത് അനുസരണമുള്ളവരാണോ അനുസരണമില്ലാത്തവരാണോ എന്ന് നോക്കിയിട്ടല്ല, അള്ളാഹുവിനെ സമ്മതിക്കുന്നവരാണോ അല്ലാത്തവരാണോ എന്ന് നോക്കിയിട്ടല്ല, എല്ലാവർക്കും കൊടുക്കും, അവനുദ്ദേശിച്ചത്ര വേണ്ട വിധത്തില് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ സമീപന രീതി എന്താ? നമ്മളോട് ഒരു സെക്യുലർ മനോഭാവമാണ്, മതേതര മനോഭാവമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുക എന്നുള്ള നിലപാടേ പടച്ചോനില്ല ഭൂമിയിൽ. റഹ്മാനിയത്തിന്റേത് ഈ നൈമിഷികമായ ദുനിയാവിലെ ജീവിതം സന്തോഷകരാക്കാനുള്ള സംഗതികളാണ്. ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വസ്ത്രം, വെളിച്ചം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ എന്തിനാ ഞാനത് പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ബിസ്മിയിൽ അല്ലാഹു അർ-റഹ്മാൻ എന്ന് ഇത്ര പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അർത്ഥം ബിസ്മിയുടെ അർത്ഥം അറിയുന്നവന് ഭൂമിയിൽ ഭീകരവാദിയാകാൻ പറ്റൂല എന്നാണ്. ബിസ്മിയുടെ അർത്ഥം അറിയുന്നവന് ഭൂമിയിൽ ഭീകരവാദിയാകാൻ പറ്റൂല. എല്ലാ മതക്കാരോടും സന്തോഷത്തോടെ ജീവിക്കാനും എന്നല്ല, അമുസ്ലിമായ സഹോദരന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, വെള്ളം കിട്ടിയില്ലെങ്കിൽ, മരുന്ന് കിട്ടിയില്ലെങ്കിൽ, ചികിത്സ കിട്ടിയില്ലെങ്കിൽ അവിടെ ഓടിച്ചെന്നത് കൊടുത്താൽ നിങ്ങൾക്ക് റഹീമിയത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന പരലോകത്ത് സ്വർഗം തരുന്ന പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഈ ഇസ്ലാമിനെ എങ്ങനെയാ മറക്കുക?